ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇന്നലെ വൈകിട്ട് ഞാൻ വന്നപ്പോൾ ഷോപ്പിൽ നിന്ന് നേരത്തെ വന്നു. ബറാത്തിൻ്റെ പായസം വെക്കണമായിരുന്നു. അങ്ങനെ ഇതാ പായസം, ചക്കര പായസമൊക്കെ ഉണ്ടാക്കി ഗൈസ്. ഞാൻ വയണയിലേക്ക് ഇട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. മക്കൾ ട്യൂഷന് പോയി. അപ്പോൾ ഇക്ക ഇപ്പം മക്കളെ വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ ഇതാ പായസമൊക്കെ കുടിച്ചു. അതിനുശേഷം ഇക്ക എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ടൊരു സംഭവം കൊണ്ട് തന്നു ഗൈസ്. അത് ചോക്ലേറ്റ് ആയിരുന്നു, ഡയറി മിൽക്കിൻ്റെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ മേടിച്ച് ഞാനത് സെറ്റ് ചെയ്തു. അതിനുശേഷം എന്താ അത് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. മോനും മോളും കൂടിയാണ് ഇങ്ങനെ കൊളാബറേഷൻ ആവുന്നത്. അപ്പം നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞൊന്ന് എടുക്കാം. മോനാണ് എനിക്ക് തരുന്നത് കേട്ടോ. ഇക്കാക്ക് പകരം അവനാണ് തരാമെന്ന് പറഞ്ഞത്. സന്തോഷമാണ്. അവന് ഇക്കാതെ ഇതുപോലെയാണ് കാണാൻ. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വേറൊന്നും വേണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ഭയങ്കര സന്തോഷമായി കേട്ടോ. സംഭവം തെറ്റായിരുന്നു. അപ്പോൾ അവർ പോലും അറിഞ്ഞില്ലായിരുന്നു കൊണ്ട് തന്നെയാണ്. അപ്പം സന്ധ്യ സമയമായി കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ മേടിച്ചു. ഞാൻ ഡാൻസ് ഒക്കെ പറഞ്ഞു. എൻ്റെ ഭയങ്കരമായിട്ട് അമ്മ തന്നൊക്കെ പോയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ റെഡിയായി കേട്ടോ. റെഡിയായിട്ട് നടന്നൊരു കല്യാണം ഉണ്ട്. പിക്കാക്ക് മോനിക്ക് ഡ്രസ്സ് എടുക്കണം. ഷോപ്പിലുണ്ട്, ബട്ട് ഫംഗ്ഷൻ അല്ലേ, എനിക്ക് ഡ്രസ്സ് ഞാനതൊക്കെ സെറ്റ് ചെയ്ത ഡ്രസ്സാണ്. അത് വഴിയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നേരെ ആറ്റിങ്ങിലോട്ടാണ് പോണത്. എനിക്കിവിടെ ഒരുവിധം ഒന്നും ഇഷ്ടമല്ല ഗൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ സെലക്ഷനൊന്നുമില്ല. പിന്നെ നമ്മുടെ കൊല്ലത്ത് പോയാൽ നമ്മൾ കൂടുതലും വെഡ്ലാൻഡിലാണ് കേട്ടോ പോകുന്നത്. അവിടെ അത്യാവശ്യം സെലക്ഷൻ ഉണ്ട്. നാളെ ഡ്രസ്സിന് ഷർട്ടിനൊക്കെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ വെഡ്ലാൻഡിലോട്ട് പോയി. അവിടെ പോയി ഇക്കാക്കും മോനിക്കും ഡ്രസ്സ് എടുക്കണം. ഞാൻ നോക്കുന്നുണ്ട്, നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ അതിൽ കൂടി എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഇക്ക കാണാം കേട്ടോ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്. നോക്കി ഒരുപാട് ഡ്രസ്സസ് നോക്കി കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ നോക്കിയ ഷർട്ട്സ്. അതിലെനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു, കുറേയൊക്കെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ. ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഷർട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു ഷർട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഒരു ഗ്രീൻ കളറാണ്. അങ്ങനെ അതൊക്കെ ഇതാ മേടിച്ചതിന് ശേഷം ഞങ്ങളിതാ പുറത്തോട്ട് പോവുകയാണ്. അവിടെ വന്ന് ബില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഫുള്ള് ബഹളമായിരുന്നു കേട്ടോ. 2 പേരും കൂടി നല്ല ബഹളമായിരുന്നു. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ എന്നും വരുമ്പോൾ ഞങ്ങളുടെ ഏതൊരു കടയിലായാലും ഞങ്ങൾ വരുമ്പോൾ കട അടയ്ക്കും കഴിച്ചു. അങ്ങനെ ഷോപ്പൊക്കെ അടച്ചു. പിന്നെ 2-3 ഷീറ്റൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു. അങ്ങനെ ഇതാ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഒരു വമ്പ പർച്ചേസിങ് ആയിരുന്നു കേട്ടോ, വാപ്പിയും മോനും കൂടി. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ വണ്ടി എടുത്തു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ നേരെ നമ്മൾ എനിക്ക് ചെരുപ്പ് കൂടി മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഏതാണ്ട് ചെരുപ്പ് നോക്കാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ നോക്കി ചെരുപ്പൊക്കെ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ മേടിച്ചതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ എനിക്കവിടെ ഇഷ്ടമുള്ളത് സെൻറ്റർ പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പക്ഷേ എത്ര അങ്ങോട്ട് പോരാ ഗൈസ്, ആലങ്കോട്. പിന്നെ നമ്മൾ ആറ്റിങ്ങൽ ബ്രൈറ്റിൽ തന്നെ കയറി കേട്ടോ. അടിപൊളി ഫുഡാണ് എന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ അങ്ങോട്ടൊക്കെ ഉള്ള ഏരിയയിലാണ് ഗൈസ്. ട്രിവാൻഡ്രം കൊല്ലം അവിടെയൊക്കെയാണ് ഇച്ചിരി കൂടി വെറൈറ്റീസും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ എന്താ 4 പേരും കൂടി ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ 4 പേരുള്ള സ്ഥലത്തോട്ട് മാറാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ ബാക്കിയുള്ളവർക്ക് 8 പേരും 10 പേര് വരുന്നവരെ എന്തിനാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെല്ലാവർക്കും സെറ്റായി. ഫുഡൊക്കെ കഴിക്കാൻ ഓർഡറൊക്കെ കൊടുത്തു. ലൈറ്റ് ഫുഡ് ഡൈനിങ്ങിലാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ വന്നു. ഫഹം വന്നു. പിന്നെ അതിനുശേഷം വറുത്തരച്ച കോഴിക്കറി പറഞ്ഞായിരുന്നു കേട്ടോ. ചിക്കൻ മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇതാ അതൊക്കെ കഴിക്കാനായിട്ടുള്ള എല്ലാ മൈനറീസ് കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ വറുത്തരച്ച കോഴിക്കറി റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മണ്ടത്തിലും പറഞ്ഞ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ. പിന്നെ കുഴപ്പമില്ല, എപ്പോഴും ഇട്ടിട്ട് വാരുന്നില്ലേന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കറിയും ഒരു ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ വറുത്തരച്ച കറിയും അതുപോലെ തന്നെ നമ്മുടെ ഫഹമൊക്കെ കൂട്ടിയതാ ഒരു പിടിച്ചു. പിന്നെ അതിനുശേഷം 7-up മേടിച്ച് കുടിച്ചു. അപ്പോൾ ഒന്ന് ഉഷാറായി ഗൈസ്. കാര്യം നല്ല വിശന്നിരുന്ന് എഴുത്തേക്ക് ഫുഡ് കഴിച്ചാണല്ലോ. അങ്ങനെ അതിനുശേഷം ഞാനും മെൻഹും കൂടി പോയി വാഷിംഗ് മെഷീൻ്റെ അവിടെ പോയി അങ്ങനെ ദാഹമൊക്കെ ചെയ്തായിരുന്നു. അവിടെ ചെന്നിരുന്നു ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തു സെൽഫി. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഇറങ്ങി ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വ്ലോഗുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.